അപ്പൊ ഈ കിടക്കുന്ന കോർണർ സെറ്റ് ചെയ്യണ്ട സംഭവം ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നീറ്റ് ഐറ്റം. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ പറഞ്ഞ പൈസ നമ്മൾ എണ്ണി കൊടുത്ത് നമ്മൾ നേരെ സാധനം എടുത്ത് വണ്ടി കയറ്റിട്ടോ. പിന്നെ നേരെ നമ്മുടെ ഷിജിന്റെ വീട്ടിൽ പോയി അവിടെ സാധനങ്ങൾ ഇറങ്ങി. സംഭവം എന്താ പരിപാടി എന്നല്ലേ, അവിടെ പിള്ളേരെല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ ഷിജിന്റെ വീടിരിപ്പാണ്, ഷിജിന്റെ സ്വർണത്തിന്റെ ഒരു വീടിരിപ്പാണ്. അവന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വീടൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് നമ്മുടെ പിള്ളേരുടെ വക ഒരു കുഞ്ഞു ഗിഫ്റ്റ്. അലമ്പ് പരിപാടികൾക്കും അല്ല ഊളപരിപാടികൾക്കും മാത്രമല്ലല്ലോ ഫ്രണ്ട്സ് വേണ്ടത്. ഇങ്ങനെയുള്ള അവന്റെ ഒരു ഇത്രയും കഷ്ടപ്പെട്ട അവന്മാർ ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു ഭാഗമാവാൻ നമുക്കും നമ്മളെ കൊണ്ടും പറ്റണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറെ പ്ലാൻ ആയിട്ട് നമ്മുടെ അപ്പട്ടനൊക്കെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്ത് ഒപ്പിച്ചെടുത്തൊരു പരിപാടിയാണ്. നമ്മുടെ എല്ലാ ഫ്രണ്ട്സും, നമ്മുടെ പുറത്തുള്ള ഫ്രണ്ട്സും എല്ലാവരും സഹായിച്ചിട്ടാട്ടോ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവന്റെ വീട്ടിലോട്ട് സാധനം കൊണ്ട് വെച്ചു. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു ടീപ്പോയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ടേബിളിന് കറക്റ്റ് മാച്ചിങ് ആണ് ഈ ടീപ്പോയും. അപ്പൊ എല്ലാവരും ഉണ്ട്, നമ്മുടെ കിച്ചും കുട്ടും എല്ലാവരും ഉണ്ട്. നാളത്തെ പരിപാടി കളറാക്കാനുള്ള എല്ലാ ഒരുക്കത്തിലാണ് എല്ലാവരും കൂടിയിട്ട്. പിന്നെ വീട്ടിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഫ്രണ്ട് എലിവേഷൻ തന്നെ ഉഷാറാണ്. ഒരു കണ്ടംപററി സ്റ്റൈലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ സംഭവം വേറെ തന്നെ ലുക്ക് ആട്ടോ. പിന്നെ ഡോറിന്റെ കാര്യം പറഞ്ഞാൽ സ്റ്റീൽ ഡോറാണ്. കയറി ചെന്ന് കുഞ്ഞി ലിവിങ്, അവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനോട് ചേർന്ന് അതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ എൽ ഷേപ്പ് നമ്മൾ സെറ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട് കേട്ടോ. സംഭവം കളറായിട്ട് ഒരുപാട് കളർഫുൾ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഈ വീട്ടിന്റെ ആംബിയൻസിന് പറ്റിയൊരു ലുക്കിലാണ് സംഭവം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീലിംഗ് പറയുകയാണെന്ന് വെച്ചാൽ സീലിംഗ് ഒരു പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്ക്, അതായത് നമ്മുടെ വുഡിന്റെ ഫിനിഷിൽ അവർ പെയിന്റിങ് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് നൈസ് ആയിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് റൂം വരുന്നുണ്ട്. ഡൈനിങ് ടേബിൾ കുഞ്ഞൊരു ഡൈനിങ് ടേബിൾ വന്നിട്ടുണ്ട്. കളർഫുൾ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ തന്നെയാണ്. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കോർണറിലായിട്ട് നമ്മുടെ വാഷ് ബേസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേരുടെ ഒക്കെ മെയിൻ പരിപാടി, നമ്മളിപ്പോൾ നമ്മുടെ കൂടെ കൂട്ടിയിട്ടാണ് തോന്നുന്നു എല്ലാവർക്കും മീനിന്റെ ഒരു ക്രൈസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ടാങ്ക് അവർ വീടിന്റെ സൈഡിൽ തന്നെ, വാഷിന്റെ സൈഡിൽ തന്നെ ചെയ്തിരിക്കുന്നുണ്ട്. സംഭവം നല്ല നീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ചെയ്യുന്ന പോലെ തുടക്കത്തിൽ വല്ല ആവശ്യമായിരിക്കും, ഇനിയിപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടറിയാം.